എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെറുകഥകളെക്കുറിച്ച് നോക്കാം അല്ലേ? എന്താ ചെറുകഥ? ചെറിയ കഥയാണോ ചെറുകഥ? എന്തായാലും കഥയ്ക്ക് ഒരു വിഷയം വേണം. പിന്നെയോ അത് മനസ്സിൽ തട്ടും വിധം ആവിഷ്കരിക്കാനും പറ്റണം. ആവിഷ്കരണം ഋജുവായിരിക്കണം. അതായത് പരത്തി പറയുന്നതിലല്ല, ഒതുക്കി പറയുന്നതിലാണ് കഥയുടെ വിജയം എന്ന് സാരം. ചെറുകഥയെക്കുറിച്ച് സോമർസെറ്റ് മോം എന്താണ് അഭിപ്രായപ്പെട്ടതെന്നറിയോ? ബാഹ്യമോ ആന്തരമോ ആയ ഒരൊറ്റ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാവനാ സൃഷ്ടിയാണ് ചെറുകഥ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നമ്മുടെ ക്ലാസിക് കൃതികൾ നോക്കിയാൽ തന്നെ അതിൽ ചെറുകഥയുടെ ആദ്യ രൂപങ്ങൾ കാണാൻ പറ്റും. പുരാണത്തിലൊക്കെ എത്ര ഉപകഥകളാണുള്ളത്. അതുപോലെ തന്നെ പഞ്ചതന്ത്രം കഥകൾ, ഈസോപ്പ് കഥകൾ, അറബിക് കഥകൾ, നാടോടി കഥകൾ, വാമൊഴിയിൽ കഥ പറയുന്ന ചൊൽക്കഥകൾ, പാട്ടുകഥകൾ, ഇവയിലൊക്കെ ചെറുകഥയുടെ ആദ്യ രൂപങ്ങൾ കാണാം. എന്നാൽ ചെറുകഥ ഒരു പ്രസ്ഥാനമായി വന്നത് ഏകദേശം 19-ാം നൂറ്റാണ്ടിലാണ്. 1885 ബ്രാൻഡർ മാത്യൂസ് ചെറുകഥയുടെ ദർശനം എന്ന പ്രമാണ ലേഖനം പ്രസിദ്ധീകരിച്ചതോടെ ഒരു പ്രത്യേക സാഹിത്യ പ്രസ്ഥാനമായി ചെറുകഥ അംഗീകരിക്കപ്പെട്ടു. അമേരിക്കൻ കവിയും കഥാകൃത്തുമായ അലൻ പോ, ഫ്രഞ്ച് നോവലിസ്റ്റും കഥാകൃത്തുമായ മോപ്പാസാങ്, റഷ്യൻ നാടകകൃത്തും കഥാകൃത്തുമായ ചെക്കോവ്, ഓ ഹെൻറി തുടങ്ങിയവരുടെ കൈകളിലൂടെ കടന്നു വന്നപ്പോഴാണ് ചെറുകഥയ്ക്ക് ആധുനിക രൂപഭാവങ്ങൾ കൈവന്നത്. മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, പാശ്ചാത്യ ലോകത്ത് വ്യാവസായിക വിപ്ലവം അരങ്ങേറിയതോടുകൂടി ലോകത്താകമാനം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ നടന്നു. അങ്ങനെ വ്യാവസായവൽക്കരണാനന്തരം ഉടലെടുത്ത സാഹിത്യ രൂപങ്ങളാണ് നോവലും ചെറുകഥയും. ഇത് അച്ചടിയുടെ പ്രചാരവും ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനവും ആനുകാലികങ്ങളുടെ വർധനയൊക്കെ കൊണ്ട് ചെറുകഥാ സാഹിത്യം മലയാളത്തിലും പച്ചപിടിച്ചു. ചെറുകഥകൾ ഒരു പ്രസ്ഥാനമായി വളരാൻ മലയാളക്കരയെ സഹായിച്ച മാസികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിദ്യാവിലാസിനി, വിദ്യാവിനോദിനി, ഭാഷാപോഷിണി, ലക്ഷ്മിബായി, രസികരഞ്ജിനി, മംഗളോദയം, കഥാമാലിക മുതലായവയാണ് ആദ്യകാല മാസികകൾ. 1900 വരെയുള്ള വർഷങ്ങളിൽ അച്ചടിച്ചു വന്ന മിക്ക ചെറുകഥകളും വിദ്യാവിനോദിനിയിലാണ് പ്രസിദ്ധീകരിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതിയും പ്രസിദ്ധീകരിച്ചത് 1891 വിദ്യാവിനോദിനിയിൽ തന്നെയാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് അത് എഴുതിയത്. ലക്ഷണമൊത്ത ആദ്യത്തെ ചെറുകഥയായി വാസനാവികൃതിയെ കരുതുന്നുണ്ടെങ്കിലും അതിനു മുന്നേയും മലയാളത്തിൽ ചെറുകഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതേതൊക്കെയാണെന്ന് നോക്കാം. ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കഥകളാണ് ഇതിൽ ആദ്യത്തേത്. കേരളത്തിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള കഥാപുസ്തകമാണ് ഇത്. പിന്നെയുള്ളതോ 1847 ഡിസംബറിൽ രാജ്യസമാചാരത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു കുട്ടിയുടെ മരണം എന്നതാണ് അടുത്ത കഥ. അത് കഴിഞ്ഞ് ജ്ഞാനനിക്ഷേപം മാസികയിൽ ആനയെയും തുന്നനെയും എന്ന കഥ കൂടി പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് വാസനാവികൃതിക്ക് മുന്നേ ഉണ്ടായ കഥകൾ. ഇനി ആദ്യകാല ചെറുകഥാകൃത്തുക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ, അമ്പാടി നാരായണ പൊതുവാൾ, CS ഗോപാലപ്പണിക്കർ, മൂർക്കോത്ത് കുമാരൻ, K സുകുമാരൻ, MR KC, EV കൃഷ്ണപിള്ള, VT ഭട്ടതിരിപ്പാട് ഇവരൊക്കെയാണ് ആദ്യകാല കഥാകൃത്തുക്കൾ. ഇനി ആദ്യകാല ചെറുകഥകളുടെ രചനാ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യകാല കഥകൾ മിക്കതും അനുഭവ കഥകളുടെ ഒരു രൂപത്തിലാണ് രചിക്കുക. ഞാൻ അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതൻ്റെ യഥാർത്ഥത്തിൽ അനുഭവിച്ചത്, ആ ഒരു രീതിയിലാണ് മിക്ക കഥകളും ഉണ്ടായിട്ടുള്ളത്. കൂടാതെ നായാട്ട് കഥകൾ, തീവണ്ടി കഥകൾ, യാത്ര, സ്നേഹബന്ധങ്ങൾ എല്ലാം അവനവൻ അനുഭവിച്ചു എന്ന രീതിയിലുള്ള ഒരു വർണ്ണനയാണ് ആദ്യകാല രചനകളിൽ കാണാവുന്നത്. ഒരു കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ വേഷവും രൂപവും ഭാവവും ഒക്കെ വിസ്തരിച്ച് വർണ്ണിക്കും. ആ പശ്ചാത്തലത്തിലെ കാട്, വീട്, തീവണ്ടി, പെരുവഴി അങ്ങനെ എന്തൊക്കെ വരുന്നോ അതൊക്കെ വർണ്ണിച്ച് പറയുന്ന ഒരു രീതിയാണ് ആദ്യകാല ചെറുകഥകളിൽ കാണുന്നത്. പ്രമേയത്തിലെ അനുഭവങ്ങൾ മാത്രമല്ല, അപസർപ്പക കഥകൾ വരുന്നുണ്ട്, യക്ഷിക്കഥകൾ വരുന്നുണ്ട്, ഫാൻറ്റസി ഉണ്ട്, പ്രണയവും ഒളിച്ചോട്ടവും ദാമ്പത്യവും ഒക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പല കഥകളും ഹാസ്യം കലർത്തി അവതരിപ്പിക്കുന്ന ഒരു രീതിയും ആദ്യകാല കഥകളിൽ കാണുന്നുണ്ട്. ഒന്നുകൂടി പറയാം, പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ സ്വാധീനമാണ് മലയാളത്തിൽ ചെറുകഥയെ പ്രമുഖ സാഹിത്യ രൂപമാക്കി മാറ്റിയത്. അച്ചടി, പത്രമാസികകളുടെ ആവിർഭാവം, മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ സ്വീകാര്യത ഇവയൊക്കെ മലയാളിയെ പാശ്ചാത്യ സാഹിത്യ രൂപമായ ചെറുകഥയോട് അടുപ്പിച്ചു. ഇനി നമുക്ക് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ 1891 പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതിയെക്കുറിച്ച് നോക്കാം. രാജശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരിൽ എന്നെപ്പോലെ ഭാഗ്യഹീനന്മാരായി മറ്റാരും ഉണ്ടാകില്ല എന്നതാണ് ഈ കഥയുടെ തുടക്കം. ഒരു കള്ളൻ്റെ ആത്മകഥമാണ് ഈ കഥ.
ഇക്കണ്ടക്കുറുപ്പാണ് ഈ കഥയിലെ നായകൻ. കേസരി എന്ന തൂലികാനാമത്തിൽ കഥ എഴുതിയിട്ടുള്ള വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ മറ്റ് കൃതികൾ നോക്കാം. ദ്വാരക, മേനോക്കിയെ കൊന്നതാര്, മദിരാശി പിത്തലാട്ടം, പൊട്ടഭാഗ്യം, കഥയൊന്നുമല്ല. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ. ഇതിൽ ദ്വാരക എന്ന കഥ ഒരു സ്വപ്നാഖ്യാനമാണ്. ഇനി അടുത്ത ആളെ നോക്കാം. ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് കല്യാണിക്കുട്ടി, ജാനു, നാരായണിക്കുട്ടി, മൂപ്പിൽ നായർ തുടങ്ങിയവയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ. ഇദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനാണ്. തഹസീൽദാർ, മജിസ്ട്രേറ്റ് തുടങ്ങിയ ജോലികൾ അദ്ദേഹം ചെയ്തിരുന്നു. ഇദ്ദേഹം വെൺമണി കവികളിൽപ്പെട്ട ഒരു കവിയും കൂടിയാണ്. അടുത്ത കഥാകൃത്താണ് അമ്പാടി നാരായണ പൊതുവാൾ. ഇദ്ദേഹവും വിദ്യാവിനോദിനിയിൽ തന്നെയാണ് കഥകൾ എഴുതിയത്. കൈമളശൻ്റെ കല്യാണം എന്ന കഥ പൊതുവാളിൻ്റെ ജീവിതാവബോധവും നർമ്മവും വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ് വളകൊണ്ട വനിത, ആദരിച്ച പാതിര, കണ്ടപ്പൻ്റെ കൊണ്ടാട്ടം, ഉളിപിടിച്ച കൈ, ഒരു ഇതിഹാസ വനിത മുതലായവ. ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഐതിഹ്യത്തിൻ്റെ പിൻബലം കാണാവുന്നതാണ്. അതുപോലെ തന്നെ കൊച്ചി രാജ്യത്തിൻ്റെ സാഹചര്യത്തിലും അദ്ദേഹം എന്തെഴുതിയിട്ടുണ്ട്? കഥകൾ എഴുതിയിട്ടുണ്ട്. അടുത്ത കഥാകൃത്താണ് CS ഗോപാലപ്പണിക്കർ. ഇദ്ദേഹത്തിൻ്റെ കഥകൾ ചെറിയ തമാശ പോലുള്ളവയാണ്. മുതല നായാട്ട്, നീളം കുറഞ്ഞ കത്ത്, മേൽവിലാസം മാറി, ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല മുതലായവയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ. അടുത്ത കഥാകൃത്ത് മൂർക്കോത്ത് കുമാരൻ. ഇദ്ദേഹത്തിൻ്റെ കൃതികൾ അധികവും ദീപം മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്. കലികാല വൈഭവം, കോഴിക്കോട് യാത്ര, എൻ്റെ തീവണ്ടി യാത്ര, ഒരൊറ്റ നോട്ടം, ചങ്ങാതിയുടെ പരിവർത്തനം, മരണപത്രം, പിശാജ്, ഒരു കഠിനക്കൈ ഇവയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ. അടുത്തത് K സുകുമാരൻ. ഒരു പൊടിക്കൈ, ആരാൻ്റെ കുട്ടി, കൂനിയുടെ ചികിത്സ, ആന നായാട്ട്, ചതിക്കു ചതി, വിവാഹത്തിൻ്റെ വില, ശപിക്കപ്പെട്ട ശബദങ്ങൾ, ഒരു വീരവാദം മുതലായവയാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ. അടുത്തത് EV കൃഷ്ണപിള്ള. MLC കഥകൾ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കഥകൾ അറിയപ്പെടുന്നത്. പിന്നെ പോലീസ് കഥകൾ എന്നും അറിയപ്പെടുന്നു. കേളി സൗധം എന്ന പേരിൽ 4 ഭാഗങ്ങളായി കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പോലീസ് രാമായണം, കൈമളുടെ അറസ്റ്റ്, തണ്ടൻ പോലീസ്, കേളി സൗധം, ഭാരതയുടെ ഉപദേശം, ദാമ്പത്യാനന്ദം മുതലായവ EV കൃഷ്ണപിള്ളയുടെ കൃതികളാണ്. അടുത്തത് MRKC എന്നറിയപ്പെടുന്ന ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമൻ മേനോൻ. അദ്ദേഹത്തിൻ്റെ കഥയാണ് മയ്യാട്ട് മലയിലെ ഭൂതം. ഇടച്ചേരി കുങ്കൻ്റെ വീരസാഹസിക കഥകളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അടുത്തൊരു കഥയാണ് കാലം പോയ പോക്ക്, അച്ഛൻ്റെ ഒസ്യത്ത്, കുടിപ്പക, ചങ്ങരക്കോത കൈമളുടെ ഡയറി മുതലായവ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. അങ്ങനെ ആദ്യകാല ചെറുകഥാകൃത്തുക്കളെ നമ്മൾ പരിചയപ്പെട്ടു. അവരുടെ കൃതികൾ മനസ്സിലാക്കി, ആദ്യകാല ചെറുകഥകളുടെ സവിശേഷതകൾ നോക്കി, ചെറുകഥയും നോവലും മലയാളക്കരയിലേക്ക് എത്തുവാനുള്ള സാഹചര്യം മനസ്സിലാക്കി. ഒന്നുകൂടി സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ തൊട്ട് EV കൃഷ്ണപിള്ള വരെയുള്ളവർ തങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാഹിത്യരൂപത്തിൻ്റെ ശക്തിയെയും സാധ്യതകളെയും കുറിച്ച് അവർക്ക് പരിമിതമായ അറിവേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാണാം. മൂർക്കോത്ത് കുമാരൻ്റെയും EVയുടെയും ചില കഥകൾ ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ കാണുന്നത് എന്താണെന്നറിയോ? ഇതിവൃത്തം എങ്ങനെയെങ്കിലും കെട്ടിയൊപ്പിക്കുക, പരിണാമഗുപ്തിയോടെ കഥ മുൻപോട്ട് കൊണ്ടുപോവുക, അവസാനം കെട്ടഴിച്ച് വിസ്മയകരമാം വണ്ണം ശുഭപര്യവസാനത്തിൽ എത്തിക്കുക, പിന്നെയോ സദാചാര സന്ദേശം നൽകുക. ഇതൊക്കെയാണ് പൊതുവെ കാണുന്ന ആ ഒരു വിഷയ സ്വീകരണ രീതിയും അവതരണവും. ഇതിനൊരു മാറ്റം വരുന്നത് VT ഭട്ടതിരിപ്പാട്, മുത്തിരിങ്ങോട്, MRV തുടങ്ങിയവരുടെ സാമുദായിക കഥകളിലൂടെയാണ്. ഇവർ പ്രധാനമായും കഥയ്ക്ക് വിഷയമാക്കിയത് നമ്പൂതിരി സമുദായത്തിലെ ജീർണതയുടെ മുഖമാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും. അങ്ങനെ പഴമയെ ഞെട്ടിപ്പിക്കുന്നതും യാഥാസ്ഥിതികരുടെ മുഖത്ത് ആഞ്ഞു പ്രഹരിക്കുന്നതുമായ സാമൂഹ്യ ജീവിതത്തിലെ ദുരാചാര ദുഷ്ടതകളെ നിർഭയം വിമർശിക്കുന്ന വിപ്ലവകരമായ റിയലിസ്റ്റിക് കഥകളുടെ അംശം ഇവരുടെ കഥകളിലൂടെ ചെറുകഥയിൽ തെളിയാൻ തുടങ്ങി. ഇതോടുകൂടി മലയാള ചെറുകഥാ സാഹിത്യത്തിലെ ആദ്യകാല ചെറുകഥാ വിഭാഗം ഇവിടെ അവസാനിക്കുന്നു. രണ്ടാമത്തേത് നവോത്ഥാന ഘട്ടമാണ്. അത് അടുത്ത ക്ലാസ്സിൽ